ഹായ് ഓൾ, ഈശോ തരട്ടെ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈശോ സംസാരിച്ച ഭാഷ അല്ലെങ്കിൽ ഈശോയുടെ ഈ വിജാതിയുടെ ഇടയിലുള്ള ഈശോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ്. ഈശോ സീറോ ഫിനിഷൻ സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പെണ്ണ് വന്നിട്ട് ഇവളെ മകളെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഈശോയോട് സംസാരിക്കുമ്പോൾ ഈശോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം ഈശോ ആ പെണ്ണിനെ നായ എന്ന് വിളിച്ചു അല്ലെങ്കിൽ തെരുവ് നായ എന്ന് വിളിച്ചു എന്നല്ല. അത് തൊട്ടടുത്ത വാക്യത്തിൽ ഈ സ്ത്രീയുടെ മറുപടി നമുക്കന്ന് മനസ്സിലാക്കാം. അങ്ങനെയല്ല വിളിച്ചിട്ടുള്ളത്. ഈ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങൾ ടേബിളിൻ്റെ അടിയിൽ നിന്ന് നായ്ക്കൾ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അതിനർത്ഥം ഈ ദൈവത്തിൻ്റെ ഭവനത്തിൽ ജൂതന്മാരല്ലാത്തത് ഒന്നിച്ച് ജീവിക്കണമെന്നും അനുഗ്രഹം സ്വീകരിക്കാറുണ്ടെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരേപോലെ. അപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായത് സ്ത്രീനെ ടെസ്റ്റ് ചെയ്തതാണ്. ഈ സ്ത്രീയുടെ വിശ്വാസം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ശ്രദ്ധ ചെയ്തതെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നായ എന്ന് വിളിച്ചത് ഈ വീട്ടു വളർത്തുന്ന നായയെ ആണ് ഈശോ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഈ നായ ഈ അപ്പകഷ്ണം ഭക്ഷിക്കണമെന്ന് ഈ സ്ത്രീ പറഞ്ഞത്. അതല്ലാതെ പുറത്തു പോയി നടക്കുന്ന തെരുവ് നായ വന്നിട്ട് ഇവിടെ വീട്ടിനകത്ത് കയറി നമ്മൾ ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈശോ സംസാരിച്ച ഭാഷകളിൽ ഒന്നാണ് ഗ്രീക്ക് ഭാഷയാണ് ഈശോ സംസാരിക്കുന്ന ഉറപ്പായിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ടയർ സീതോ എന്ന മേഖലയിൽ ഈശോ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് റോമൻ ആയിട്ടുള്ള കോളനി ആയിരുന്നു ഈ ഇസ്രായേൽ രാജ്യം മൊത്തം. അപ്പോൾ അവർ ഇസ്രായേൽക്കാരുടെ ഈ സ്ഥലത്ത് ഗ്രീക്ക് ഭാഷ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീക്ക് ലാംഗ്വേജിൽ ബൈബിൾ എഴുതുമ്പോൾ ഈശോ ഗ്രീക്ക് സംസാരിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഗ്രീക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോയുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അരമായിയാണ്. അല്ലാണ്ട് ഈശോ ഒരു ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത ആളല്ല ആയിരുന്നു. നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ബൈബിളിൻ്റെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈശോ ഒരിക്കലും സംസാരിക്കാത്ത ഭാഷ എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി ഒക്കെ ആയിരിക്കാം ഈശോ സംസാരിക്കാത്ത ഭാഷകളെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈശോ നമുക്ക് ആരാധിക്കാൻ സ്നേഹിക്കാൻ കുർബാനയുടെ 10 അല്ലെങ്കിൽ